വെച്ച് ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന പുസ്തകമാണ് പഠിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ കുഞ്ഞിപ്പാത്തുമ്മ, അവളുടെ അമ്മ കുഞ്ഞി തച്ചുമ്മ, അച്ഛൻ വട്ടനടിമ, പിന്നെ നിസാർ അഹമ്മദ്, ആയിഷ. ഈ കഥയിലെ നായിക നിഷ്കളങ്കയായ ഒരു മുസ്ലിം വനിതയായ കുഞ്ഞിപ്പാത്തുമ്മയാണ്. കഥ തുടങ്ങുമ്പോൾ കുഞ്ഞിപ്പാത്തുമ്മയുടെ അച്ഛനും ഒരു വളരെ ധനികനായിരുന്നു. കഥ തുടങ്ങുന്ന സമയത്ത് അവളുടെ കല്യാണാലോചനകൾ നടക്കുകയാണ്. ആ സമയത്ത് അവളുടെ ദേഹം മുഴുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിങ്ങനെ ഇട്ട് നടക്കാൻ. പക്ഷെ അതൊക്കെ അഴിച്ചു മാറ്റണമെന്ന് അവൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പറ്റില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണ് കാണാൻ വേണ്ടി വരുന്നവരുടെ വീട്ടിലെ സ്ത്രീകൾ എപ്പോഴാണെന്നില്ലാതെ ചാടിക്കേറി വരും. പിന്നെ അവർ എന്തൊക്കെയോ കുറേ ചോദ്യങ്ങൾ ചോദിക്കും മുസ്ലിങ്ങളെ കുറിച്ചിട്ട്. അതിനൊക്കെ ഉത്തരം പറയണം. അപ്പോഴെല്ലാം ദേഹം മൊത്തം സ്വർണം ഉണ്ടാവണം. എന്നാലേ അത്രയും ധനികനാണ് തൻ്റെ പിതാവെന്ന് തെളിയിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. കുഞ്ഞിപ്പാത്തുമ്മയുടെ അച്ഛൻ ഒരു കേസിന് വേണ്ടി കുഞ്ഞിപ്പാത്തുമ്മയുടെയും അവളുടെ അമ്മയുടെയും എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിറ്റു. ആ കേസിൽ കുഞ്ഞിപ്പാത്തുമ്മയുടെ അച്ഛൻ തോൽക്കുകയും ചെയ്തു. എന്താണെന്ന് കേസ് എന്ന് വെച്ചാൽ കുഞ്ഞിപ്പാത്തുമ്മയുടെ അച്ഛൻ, അതായത് വട്ടനടിമയ്ക്ക് 5 സഹോദരിമാരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഭാഗിച്ചു നൽകേണ്ട സ്വത്തെല്ലാമാണ് ഈ വട്ടനടിമ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയായിരുന്നു കേസ്. ആ കേസിൽ വട്ടനടിമ തോറ്റു. അവർക്ക് ആകെ കിട്ടിയത് കുറച്ച് സ്ഥലമായിരുന്നു. അവിടെ അവരുടെ കുടി വെച്ച് താമസമാക്കി. ആ വീട്ടിനടുത്തേക്ക് താമസം മാറി വരുന്ന അയൽക്കാരാണ് നിസാർ അഹമ്മദും അവരുടെ മാതാപിതാക്കളും. നിസാർ അഹമ്മദിനെ ആയിരുന്നു കുഞ്ഞിപ്പാത്തുമ്മ ആദ്യം കാണുന്നത്. അതിനു മുമ്പ് ഇവർ വീട് മാറി വരുന്നതിന് മുമ്പ് 2-3 കുഞ്ഞു സംഭവങ്ങൾ കുഞ്ഞിപ്പാത്തുമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളൊരു അട്ടയെ കണ്ടു. ഒരു അട്ട അവളെ കടിച്ചു. ആ അട്ടയെ അവള് വെറുതെ വിട്ടു. ആ അട്ടേനെ ഒരു വരാല് കഴിച്ചു. ഇതായിരുന്നു ആ കുഞ്ഞ് രസകരമായ സംഭവം. പിന്നെ ഒരു കിളിക്കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി അവൾ ശ്രമിച്ചു. അതിന് നിസാർ അഹമ്മദും അവളെ സഹായിച്ചിരുന്നു. നിസാർ അഹമ്മദിന്റെ അനിയത്തിയായ ആയിഷയും കുഞ്ഞിപ്പാത്തുമ്മയും വളരെ നല്ല സുഹൃത്തുക്കളായി. ആ ഇടയ്ക്ക് ആയിഷയിൽ നിന്ന് കുഞ്ഞിപ്പാത്തുമ്മ ഒരു കാര്യം മനസ്സിലാക്കി. എന്താണെന്നോ, ബുദ്ധൂസ് എന്നത് സുന്ദരി അല്ലെങ്കിൽ സ്ത്രീക്കുള്ള ഒരു പര്യായമാണെന്നുള്ളത്. അവർ പരസ്പരം ബുദ്ധൂസ് എന്ന് വിളിച്ച് രസിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. കുഞ്ഞിപ്പാത്തുമ്മയ്ക്ക് നന്നായി പോകാൻ തുടങ്ങി. അങ്ങനെയൊക്കെ നിസാർ അഹമ്മദ് ആ വീട്ടിലേക്ക് കുറച്ച് കാലങ്ങൾക്ക് ശേഷം വരികയാണ്. നിസാർ അഹമ്മദ് ഒരു കവിയാണ്, ഒരു പ്രകൃതി സ്നേഹിയാണ്. അങ്ങനെ എല്ലാ നല്ല ഗുണങ്ങളും ചേർന്ന ഒരാളാണ്. അയാളുടെ തൊടിയിൽ കുറേ ചെടികൾ വെച്ച് പിടിപ്പിച്ചു. ആ സമയത്ത് കുഞ്ഞിപ്പാത്തുമ്മയുടെ ഉമ്മയും നിസാർ അഹമ്മദുമായി ഒരു തർക്കമുണ്ടായി. ആ തർക്കം കുഞ്ഞിപ്പാത്തുമ്മ മൂലം ഉമ്മയ്ക്ക് എതിരായി വന്നത് കാരണം ഉമ്മ കുഞ്ഞിപ്പാത്തുമ്മയെ നന്നായി ശകാരിച്ചു. മുമ്പും ഉമ്മ നന്നായി അവളെ ശകാരിക്കുമായിരുന്നു. ഈ ധനികരിൽ നിന്ന് പാവപ്പെട്ടവരായത് ഉമ്മയ്ക്ക് മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ ഉമ്മയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ, ഉൾക്കൊള്ളുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ആ അഹങ്കാരങ്ങളും ഹുങ്കും എല്ലാം കൂടിയാണ് കുഞ്ഞിത്താച്ചുമ്മ ഇന്നും ചുമന്ന് നടക്കുന്നത്. എപ്പോഴും കുഞ്ഞിത്താച്ചുമ്മയ്ക്ക് ഒരു പറച്ചുണ്ട്. ഞാൻ ആനമ്മക്കാരിയുടെ പുന്നാര മോളാണെന്ന് കുഞ്ഞിപ്പാത്തുമ്മയോട് പറയും. നിന്റെ ഉപ്പൂപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, വലിയ കൊമ്പനാന. അത് ഒരു മന്ത്രം പോലെ അവർ എല്ലാ ദിവസവും ഉരുവിട്ടുകൊണ്ടിരുന്നു. ഹുങ്കും എല്ലാം കൂടിയുള്ള ഒരു സ്ത്രീയായിരുന്നു കുഞ്ഞിത്താച്ചുമ്മ. ആ ഹുങ്കെല്ലാം കഥയുടെ അവസാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ തർക്കത്തിന് ശേഷം കുഞ്ഞിപ്പാത്തുമ്മയുടെ അച്ഛനും ഈ നിസാർ അഹമ്മദിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഇടയ്ക്ക് നിസാർ അഹമ്മദിന്റെ നിർദ്ദേശപ്രകാരം ആയിഷ കുഞ്ഞിപ്പാത്തുമ്മയെ അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങി. അത് അവൾക്ക് ഭയങ്കര സന്തോഷം നൽകിയ ഒരു കാര്യമായിരുന്നു.
അവൾ ഇതുവരെ അക്ഷരമൊന്നും പഠിച്ചിട്ടില്ല. മുസ്ലിം സ്ത്രീകൾ അക്ഷരമൊന്നും പഠിക്കരുത് എന്നാണ് അവളുടെ ഉമ്മ അവളോട് പറഞ്ഞത്. പക്ഷേ അവൾക്ക് പഠിക്കാൻ കൊതിയുള്ളത് കാരണം അവൾ അത് ചെയ്യുക തന്നെ ചെയ്തു. ആ ഇടയ്ക്ക് ആയിഷയുടെ അമ്മ അവളുടെ കുഞ്ഞിപ്പാത്തുമ്മയുടെ മുടി ചീന്തി നല്ല വൃത്തിയായി മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുത്തു. അത് കണ്ടപ്പോൾ കുഞ്ഞിപ്പാത്തുമ്മയുടെ അമ്മ ദേഷ്യപ്പെട്ട് ആ മുല്ലപ്പൂവൊക്കെ വലിച്ചെറിഞ്ഞ് അതൊക്കെ പഴയ പോലെ ആക്കി. അതൊക്കെ നല്ല സങ്കടമുണ്ടാക്കി. ആ സമയത്ത് കുഞ്ഞിപ്പാത്തുമ്മയുടെ ഉള്ളിൽ നിസാർ അഹമ്മദിനോട് ഇഷ്ടമുണ്ടായിരുന്നു. അതെന്താണെന്ന് അവൾക്ക് തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല. അവൾ എപ്പോഴും എൻ്റെ കരളിന് വേദന എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ചിലപ്പോൾ അവള് പൊട്ടിക്കരയും, ചിലപ്പോൾ അവള് പൊട്ടിച്ചിരിക്കും. അങ്ങനെ ഒരു വികാരങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി കുഞ്ഞിപ്പാത്തുമ്മ മാറി. അത് കണ്ട് അവളുടെ അച്ഛനും അമ്മയും ഭയങ്കര എന്താണ് അവൾക്ക് പറ്റിയതെന്ന് അറിയാതെ അവളുടെ ദേഹത്ത് വല്ല ജിന്നു കൂടിയിട്ടുണ്ടോ എന്ന് വിചാരിച്ച് അത് ഒഴിപ്പിക്കുന്ന ആളെ കൊണ്ടുവന്നു. അയാൾ അവളെ നന്നായി തല്ലി. അവൾ വേദന കൊണ്ട് ഓടി 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 എവിടെയോ വീണത് നിസാർ അഹമ്മദിൻ്റെ അടുത്തായിരുന്നു. അവരവളെ എടുത്തുകൊണ്ടുപോയി നല്ല ഭക്ഷണം നൽകി. അവൾ പഴയ പോലെ ആയപ്പോൾ പോയി. ആ സമയത്ത് ആയിഷ വന്ന് അവളോടൊരു കാര്യം പറഞ്ഞു. അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് നിസാർ അഹമ്മദ് ആയിരുന്നു. മുമ്പേ അവളുടെ കല്യാണാലോചനകൾ നടന്നു വന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് കുറച്ചും കൂടി ഗൗരവത്തിലായിരുന്നു കുറച്ച് നാൾക്ക് മുമ്പ്. അതും അവളെ വേദനിപ്പിച്ചിരുന്നു. അവൾക്ക് കല്യാണം കഴിക്കാമെന്ന് അന്ന് അത്ര ആഗ്രഹമൊന്നുമില്ലായിരുന്നു. ഈ വാർത്ത കേട്ടതിൽ പിന്നെ അവൾ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ കല്യാണ ദിവസം എത്തി. അന്ന് കുഞ്ഞി തച്ചുമ്മ തൻ്റെ എന്നും ഉരുവിടുന്ന പോലെ എൻ്റെ ബാപ്പയ്ക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കുട്ടികൾ വന്ന് അവളോട് പറഞ്ഞു ആനമക്കാരിക്ക് ഉണ്ടായിരുന്നേ ഒരു കുഴിയാനയായിരുന്നു എന്ന്. അതോടെ കുഞ്ഞി തച്ചുമ്മയുടെ അഹങ്കാരം ഫുൾ പോവുകയാണ്. അവർ ഒരു നല്ല സ്ത്രീയായി മാറുകയാണ്. ഇങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. വളരെ രസകരമായ കഥയാണ്. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണ് കുഞ്ഞിപ്പാത്തുമ്മ. അവളുടെ ജീവിതത്തിൽ അത്ര വലുതായി ഒന്നും നടന്നിട്ടില്ലെങ്കിലും അവൾ ആ നടന്ന കുഞ്ഞു കാര്യങ്ങളെ എങ്ങനെയാണ് അവൾ അനുഭവിച്ചത് എന്നൊക്കെയാണ് ഈ പുസ്തകം പറയുന്നത്. ഒപ്പം മുസ്ലിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കുറേ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാപ്പോഴത്തെയും പോലെ മുഹമ്മദ് ബഷീർ സാറിൻ്റെ ഓരോ പുസ്തകവും ഓരോ ഒരു ചാപ്റ്റർ ആണല്ലോ. അതുപോലെ തന്നെ എല്ലാവരും ഈ പുസ്തകം വായിക്കണം. അടുത്ത ആഴ്ച എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്.